ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടോക്കി ടെയിൽസ്. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ എന്ന് പറയാൻ കാര്യം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വോയിസ് കേൾക്കാൻ പോകുന്ന ആദ്യത്തെ വീഡിയോ ആണ്. കാരണം ഞാൻ ഇതുവരെ ഷോർട്സ് ഒക്കെയാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഞാൻ ഗോവയിൽ ഞാൻ നൈറ്റാണ് എത്തിയത്. ആ സമയത്തെടുത്ത ഒരു വീഡിയോ ആണ്. ഈ പാലത്തിൻ്റെ ഡേ ടൈമിലുള്ള വ്യൂ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഇതിപ്പം ഞങ്ങൾ യാത്ര പോയ സമയത്ത് ഞാൻ എടുത്ത ഒരു വീഡിയോ ആണ്, ക്യാപ്ചർ ചെയ്ത വീഡിയോ ആണ്. എനിക്ക് ഗോവയിലെത്തിയപ്പം അതായത് ഞാൻ ഫസ്റ്റ് ഗോവയിലെത്തിയിട്ട് ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പം എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് എൻ്റെ സ്ഥലമായത് ഞാൻ ജനിച്ചു വളർന്ന കായംകുളത്തിൻ്റെ ഓർമ്മകളാണ്. കാരണം ഞങ്ങളുടെ നാടും ഇതുപോലൊക്കെ, ഞാൻ ഗോവയാണെന്ന് പറയുന്നില്ല, പക്ഷേ ഞങ്ങളുടെ നാടും ഇതുപോലൊക്കെ കുറച്ച് പച്ചപ്പും മരങ്ങളും പുഴകളും ഒക്കെ നിറഞ്ഞ കുറച്ച് കാണാൻ അതിമനോഹരമായ ഒരു പ്രദേശം തന്നെയാണ്. ആരെങ്കിലുമൊക്കെ എൻ്റെ ഈ വീഡിയോ കാണുന്നവരൊക്കെ കായംകുളംകാരുണ്ടാവാം, അല്ലാത്തവരുണ്ടാവാം. എങ്കിലും വരാൻ താല്പര്യപ്പെടുന്നവരുണ്ടാകും. ഉണ്ടെങ്കിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കിട്ടുന്ന കാഴ്ച ഇതുപോലെ തന്നെയായിരിക്കും. അതിമനോഹരമായ ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെയായിരുന്നു ഗോവയും. ഞാനിങ്ങനെ വിചാരിച്ചു, ഗോവ ഫുള്ള് ബീച്ചായിരിക്കും, എവിടെ പോയാലും ബീച്ചായിരിക്കും. ബീച്ച് മാത്രമല്ല, മലകളുണ്ട്, ആറുകളുണ്ട്, കായലുണ്ട്, കുന്നുകളുണ്ട്, മൺചെരുവുകളുണ്ട്, പാറക്കെട്ടുകളുണ്ട്. അപ്പോൾ ഗോവ എന്ന് പറയുന്നത് എല്ലാം കൂടി ചേർന്നതാണ്. ഗോവൻ എക്സ്പീരിയൻസ് എനിക്കൊരു ഭയങ്കര ഇതായിരുന്നു. കാരണം ജീവിതത്തിൽ ഒരിക്കലും പോകാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു സ്ഥലമല്ല. ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാസ്കോഡഗാമ മാർക്കറ്റാണ്. ഈ മാർക്കറ്റിൽ പോകാനുണ്ടായ ഒരു കഥയെന്ന് പറയുന്നത്, ഞങ്ങൾ ഗോവയിൽ എത്തിയതിന് ശേഷം എങ്ങനെയാണ് ഗോവ മുഴുവൻ ചുറ്റിക്കറങ്ങുക എന്ന് ആലോചിച്ചിട്ട് അവസാനം പോയിട്ട് ഒരു വണ്ടി റെൻറ്റിനെടുത്തു. അപ്പോൾ ആ വണ്ടി തേടി നടന്നതായിരുന്നു ആ വീഡിയോ. ഇത് വണ്ടി കിട്ടിയതിന് ശേഷം ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ, നിങ്ങൾ ആ പാലത്തിൻ്റെ ഫുൾ വ്യൂ കാണുമെന്ന്. ആ പാലമാണ് ആ കാണുന്നത്, ദൂരേന്ന് 4 കാലുകൾ പോലെ കാണുന്നത്. നല്ലൊരു യാത്രയായിരുന്നു. എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മളൊക്കെ മിസ് ചെയ്യുന്ന ഒന്നാണ് യാത്ര, അല്ലെങ്കിൽ യാത്രയുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. കാരണം ജീവിതത്തിൽ സമ്പാദിക്കുന്നു, കുട്ടികളെ നോക്കുന്നു, ഭർത്താവിനെ നോക്കുന്നു, പക്ഷെ നമ്മൾക്കായി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും തനിച്ചോ അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പമോ ഒരു യാത്ര പോവുക. കാരണം യാത്രകൾ അതിമനോഹരമായ അനുഭവങ്ങളും ഒപ്പം അതിമനോഹരമായ അല്ലെങ്കിൽ നാവിന് രുചിയേറുന്ന രസക്കൂട്ടുകളും നമുക്ക് കണ്ടെത്താൻ സഹായിക്കും. അപ്പം ഞാൻ ഗോവയിൽ പോയപ്പോൾ ഒരു കഥയുണ്ടായെന്ന് വെച്ചാൽ, ഞാൻ ഗോവയിൽ പോയപ്പോൾ എന്തോ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുക, ഒരു പ്രോഗ്രാം. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞാനൊരു പയ്യനെ കണ്ടുമുട്ടി. അപ്പോൾ അവനിങ്ങനെ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതാണ് അവൻ്റെ തൊഴിൽ. പക്ഷേ ഞാൻ അവനോട് ചോദിച്ചു, ഞാൻ ആദ്യമായി ഗോവയിൽ വരുന്ന ഒരു വ്യക്തിയാണ്, നീ എനിക്ക് ഗോവയിലെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ് എന്താണെന്ന് സജസ്റ്റ് ചെയ്യുക, ഗോവയിൽ ഞാൻ എവിടെ പോയി ഷോപ്പിംഗ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പോയത് കാൻഡോലിമ ബീച്ചിലാണ്. അവിടെ മാത്രമേ ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞെന്നുള്ളൂ. കാരണം ഒരു ദിവസത്തെ യാത്രയായിരുന്നു, സഡൻലി പ്ലാൻ ചെയ്ത ഒരു 1 ഡേ ട്രിപ്പായിരുന്നു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു തന്ന ഒരു രുചിക്കൂട്ടായിരുന്നു ചിക്കൻ കഫ്രീൽ. അപ്പം ചിക്കൻ കഫ്രീൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയായിരുന്നു. പിന്നീട് ഞാനൊരു പാം ആൻഡ് സൺസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. ബീച്ച് വ്യൂ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് ഞാനത് കഴിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് പറയാമല്ലോ ചിക്കൻ കഫ്രീലുണ്ട്, ട്രൈ ചെയ്തു എന്ന്. അങ്ങനെ ട്രൈ ചെയ്തു. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, ഗോവയിലെത്തുമ്പോൾ ഏറ്റവും ചീപ്പായിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമെന്ന് പറയുന്നത് മഫൂസ മാർക്കറ്റ് എന്നാണ് പറഞ്ഞത്. അവിടെ പോയിരുന്നു, പക്ഷേ അവിടെ പോയിട്ടൊന്നും ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയില്ല. ഒന്നാമത്തെ കാരണം ഭയങ്കര ട്രാഫിക്കായിരുന്നു, കുറച്ച് കൺജസ്റ്റഡും ആയിരുന്നു. അപ്പം ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഗോവയിൽ വരുമ്പോൾ നിങ്ങൾ മഴയൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങൾ 2 ആൾ മാത്രമാണെങ്കിൽ എപ്പോഴും ഒരു ബൈക്ക് റെൻറ്റിനെടുത്തിട്ട് കറങ്ങാൻ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എവിടെ പോയാലും എങ്ങനെയെങ്കിലും തിരിച്ച് വളച്ച് എങ്ങനെയെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റും. കാറിൽ പോവുകയാണെങ്കിൽ ഈ മഫൂസ മാർക്കറ്റ് പോലുള്ള സ്ഥലങ്ങളിലൊന്നും പാർക്കിംഗ് കിട്ടത്തില്ല. അങ്ങനെ കുറച്ച് കൺജസ്റ്റഡ് ഉണ്ട്. എങ്കിലും റോഡൊക്കെ NH ഒക്കെ ഭയങ്കര വീതിയുണ്ട്. അപ്പം നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ യാത്രകൾ പോവുക, നല്ല രുചിക്കൂട്ടുകൾ ആസ്വദിക്കുക, നല്ല ആളുകളെ കണ്ടുമുട്ടുക, ഇതുപോലുള്ള മൊമെൻറ്റ്സ് ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കുക. അപ്പം ഞാൻ ഇതെൻ്റെ ഒരു മെമ്മറി പോലെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ആരോടെങ്കിലും പറയാമോ, ഞാൻ ഇങ്ങനെ ഗോവയിൽ പോയിരുന്നു, ആ സമയത്ത് ഞാൻ എടുത്ത കുറേ ഫോട്ടോസ് അല്ലെങ്കിൽ ഞാൻ എടുത്ത കുറേ വീഡിയോസ് ഞാനിങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം
നമ്മളുടെ ഫോൺ ഗാലറിയിൽ നിന്ന് പോയാലും അല്ലെങ്കിൽ നമ്മളുടെ മെമ്മറീസിലുണ്ടാവുമെങ്കിലും നമുക്ക് ഒരിക്കൽ കഴിഞ്ഞിട്ട് ഇതെടുത്ത് ഓർത്ത് ഇങ്ങനെ നോക്കാനൊരു ഓർമ്മ തന്നെ ആവട്ടെ അല്ലേ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ ഒരു ഓർമ്മ തന്നെയാണ്. നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിലിനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയണം. ആൻഡ് താങ്ക് യു. ബൈ.